മലപ്പുറം കരുവാരക്കുണ്ടിൽ 14 വയസ്സുകാരിയെ വ്യാഴാഴ്ച കാണാതെയാകുന്നു. കുട്ടിയെ കാണാനില്ലെന്ന കുടുംബം പരാതി നൽകുന്നു. ഇതിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തുന്നത്. വ്യാഴാഴ്ച സ്കൂളിലേക്ക് പോയ പെൺകുട്ടി വൈകുന്നേരമായിട്ടും വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകുന്നുണ്ട്. വൈകിട്ട് പതിവ് സമയത്ത് തിരിച്ചെത്താതിരുന്നതോടെയാണ് അന്വേഷണം ആരംഭിക്കുന്നത്. അപ്പോഴാണ് പെൺകുട്ടി രാവിലെ സ്കൂളിൽ എത്തിയിരുന്നില്ല എന്ന വിവരം സ്കൂളിലെ അധികൃതർ വീട്ടുകാരെയും അറിയിക്കുന്നത്. ആശങ്കയിലായ വീട്ടുകാരും നാട്ടുകാരും പോലീസിനെ വിവരം അറിയിച്ചു. തെരച്ചിൽ തുടങ്ങി. കരുവാരക്കുണ്ടിലും പരിസരങ്ങളിലുമെല്ലാം രാത്രി മുഴുവൻ തെരഞ്ഞെങ്കിലും പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്ന് തൊട്ടു പിറ്റേ ദിവസമാണ് പാണ്ടിക്കാട് തൊടിയപ്പുലം റെയിൽവേ ട്രാക്കിന് സമീപം മൃതദേഹം കണ്ടെത്തുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ട്രെയിൻ തട്ടിയാണ് പെൺകുട്ടി മരിച്ചത് എന്നൊരു സംശയം പോലീസിനുണ്ടായി. എന്നാൽ മൃതദേഹം കണ്ടെത്തുകയും ആദ്യഘട്ടത്തിലെ പരിശോധനകൾ നടത്തിയപ്പോൾ തന്നെ അതൊരു കൊലപാതകമാണെന്ന് പോലീസിന് മനസ്സിലാകുന്നു. റെയിൽവേ ട്രാക്കിൽ നിന്നും ഉയർന്ന മേഖലയിൽ നിന്നാണ് പോലീസിന് ഇത്തരത്തിൽ മൃതദേഹം കിട്ടുന്നത്. മാത്രവുമല്ല, ശരീരത്തിൽ മുഴുവനും മുറിവേറ്റ പാടുകളും കൈകാലുകൾ കൂട്ടിക്കെട്ടിയ നിലയിലുമായിരുന്നു. കുട്ടിയുടെ സ്കൂൾ ബാഗ് മൃതദേഹത്തിനടുത്തൊന്നും കണ്ടെത്തിയിരുന്നു. പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലം നടവഴിയുള്ള സ്ഥലമല്ല എന്നും അത് വിജന വഴിയുമായിരുന്നു. സ്വാഭാവികമായും ആസൂത്രിതമായി ആ പെൺകുട്ടിയെ കൊലപാതകം നടത്തിയതാണെന്ന് പോലീസ് പ്രാഥമികമായി തിരിച്ചറിയുന്നു. ജനസമ്പർക്കമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പെൺകുട്ടി എങ്ങനെ എത്തുന്നു? തുടർന്നുള്ള അന്വേഷണത്തിലാണ് അത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കപ്പെടുന്നതും സംഭവത്തിൽ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനെ, കേവലം 16 വയസ്സുള്ളൊരു ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് നമ്മൾ കേട്ടാൽ ഞെട്ടുന്ന കഥകളാണ്. നടന്നത് കൊലപാതകം മാത്രമല്ല, ക്രൂരമായ പീഡനവും ഉണ്ടായിരുന്നു. ക്രൂരമായ പീഡനത്തിന് ശേഷമാണ്, റേപ്പിന് ശേഷമാണ് ശ്വാസം മുട്ടിച്ച് ഈ 14 വയസ്സുകാരിയെ ഈ 16 വയസ്സുകാരൻ കൊന്നത്. കേവലം ടീനേജ് പ്രായമാണ്. കളിക്കുകയും ചിരിക്കുകയും തമാശകൾ പറയുകയും ഹോർമോൺ ഇംബാലൻസുകളൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്ന സമയമാണ്. പക്ഷേ ഒരു കൊലപാതകം നടത്താൻ, അതിനു മുൻപ് ഒരു റേപ്പ് ചെയ്യാൻ പാകത്തിൽ ഈ 16 വയസ്സുകാരൻ്റെ മാനസിക നില അധപ്പതിച്ചു പോയിരുന്നു. എന്നാലും പ്രതിയുടെ വെളിപ്പെടുത്തൽ വരുന്നുണ്ട്. പെൺകുട്ടിയുടെ സുഹൃത്തായ 16 വയസ്സുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. താൻ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ഈ +1 വിദ്യാർത്ഥിയായ പ്രതി പോലീസിനോട് സമ്മതിക്കുന്നത്. സഹപാഠിയാണ്, ഒരേ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സംശയം തോന്നി കസ്റ്റഡിയിലെടുത്തപ്പോഴാണ് പ്രതി തന്നെയാണ് കൊലപാതക വിവരം വെളിപ്പെടുത്തിയതും മൃതദേഹം കിടന്ന സ്ഥലം കാണിച്ചു കൊടുക്കുകയും ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത പ്രതിയുടെ വെളിപ്പെടുത്തൽ നാടിനെ നടുക്കിയിരിക്കുകയാണ്. കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്കും പോസ്റ്റ്മോർട്ടത്തിനും ശേഷം മാത്രമേ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകൂ. പ്രതിയായ 16-കാരൻ നേരത്തെയും പെൺകുട്ടിയുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. മുൻപ് പെൺകുട്ടിയുടെ അമ്മ സ്റ്റേഷനിൽ ചെല്ലുകയും തൻ്റെ മകളെ 16-കാരൻ തുടർച്ചയായി ശല്യം ചെയ്യുന്നുവെന്ന് പരാതിപ്പെടുന്നുണ്ട്. ഈ പരാതിയെ തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് 16-കാരനെ വിളിച്ചു വരുത്തിയ ഘട്ടത്തിലാണ് സ്റ്റേഷനിൽ വെച്ച് പെൺകുട്ടിയുടെ അമ്മയെ ഈ 16-കാരൻ ഭീഷണിപ്പെടുത്തുന്നത്. ഒരു ഘട്ടത്തിൽ പോലീസ് ഈ കേസ് മുഖവിലേക്ക് എടുത്തിരുന്നെങ്കിൽ ഈ പെൺകുട്ടി ഇന്നും ജീവനോടെ ഉണ്ടാകുമായിരുന്നു. പെൺകുട്ടിയുമായുള്ള ബന്ധം എതിർത്തതിനാണ് ഭീഷണിപ്പെടുത്തിയത്. അതേസമയം കുറ്റകൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടാകാമെന്നാണ് മരിച്ച പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇത് ചെയ്യാനാവില്ലെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. വിജനമായ ഇടത്തേക്ക് സ്ഥലപരിചയമുള്ള ആളുകളുടെ സഹായമില്ലാതെ എത്താനാവില്ല എന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. വ്യാഴാഴ്ച വൈകിട്ടോടെ റെയിൽവേ സ്റ്റേഷന് സമീപത്തായി 4 പേർ നടന്നു പോകുന്നത് കണ്ടതായും പറയപ്പെടുന്നുണ്ട്. അതിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയും ഉണ്ടായിരുന്നതായുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും കസ്റ്റഡിയിലായ ആൺകുട്ടി ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. കേവലം 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ, നമ്മുടെ നാട്ടിലെ ടീനേജുകാരൻ, അവൻ മദ്യം ഉപയോഗിക്കുമായിരുന്നു, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. സ്വന്തം സഹപാഠിയായ പെൺ സുഹൃത്തിനെ റേപ്പ് ചെയ്ത് കൊല്ലാനുള്ള മാനസിക നിലയിലേക്ക് അവൻ അധപ്പതിച്ചു പോയിരുന്നു. എന്തായാലും വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വാണിയമ്പലത്തിനും തൊടിയപുലത്തിനും ഇടയിൽ റെയിൽവേ പുറമ്പോക്ക് സ്ഥലത്തെ കുറ്റിക്കാട്ടിൽ നിന്നും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഒരമ്മ സ്വന്തം മകളെ ഒരുക്കി സ്കൂളിലേക്ക് വിട്ടു. അവളുടെ ഭാവിയോർത്ത് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലേക്ക് എത്തിയത് മരണ വാർത്തയാണ്, കൊലപാതക വാർത്തയാണ്, റേപ്പ് ചെയ്യപ്പെട്ട് കൊന്ന വാർത്തയാണ്. എന്തായാലും പെൺകുട്ടിയുടെ അമ്മയ്ക്കും വീട്ടുകാർക്കും ഇനിയുള്ള നിമിഷങ്ങളും ദിവസങ്ങളും ഒക്കെ വളരെ കഠിനമായിരിക്കാം. നമ്മുടെ നാട്ടിലെ സിസ്റ്റം വീണ്ടും പരാജയപ്പെടുത്തിയിരിക്കുന്നു ഒരു കുടുംബത്തെയും ഒരു വലിയ സമൂഹത്തെയും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലഹരി ഉപയോഗം ഒരു നാടിനെ കൊണ്ടു ചെന്ന് എത്തിക്കുന്നത് ഇത്തരത്തിലേക്കുള്ള ധാർമ്മികതയിലേക്കാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.